അപ്പോൾ ഇന്ന് ഞാൻ LBS സ്റ്റുഡൻസിൻ്റെ ഒരുപാട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏതൊരു വീഡിയോ ഇട്ടാലും കാണുന്ന കമൻറ്റാണ് 270 മാർക്കിന് സീറ്റ് കിട്ടുമോ, 250 മാർക്കിന് സീറ്റ് കിട്ടുമോ, 250 മാർക്കിന് സീറ്റ് കിട്ടുമോ, അങ്ങനെ ഓരോ മാർക്സിനും ഈ മാർക്കിന് സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുന്നത്. പലർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കഴിയാറില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു ഒറ്റ വാക്കിൽ എനിക്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ, അതായത് നേരത്തെ 2025 അലോട്ട്മെൻറ്റ് നടന്നതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് അത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന് എങ്ങനെ കോളേജ് കിട്ടുമോ, പ്രൈവറ്റ് കിട്ടുമോ, ഗവൺമെൻറ് കിട്ടുമോ, അതോ ഗവൺമെൻറ് കൺട്രോൾഡ് കിട്ടുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഓരോ വർഷവും അപ്ലിക്കൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. അതായത് ഇപ്പോൾ 2023-24 വെച്ച് നോക്കുന്ന നടന്ന അലോട്ട്മെൻറ്റ്, ഓരോ മാർക്കിനുള്ള അലോട്ട്മെൻറ്റ് 2025 ആയപ്പോഴേക്കും അതിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം അപ്ലിക്കൻസ് കൂടി വരികയാണ് ഇയർലി. അപ്പോൾ കോമ്പറ്റീഷൻ കൂടി വരും. അപ്പോൾ എക്സാക്ട്ലി ഇത് തന്നെ നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ കണ്ടാൽ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള കൂടുതൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനിന്ന് കുറച്ച് കോളേജസിൻ്റെ ലിസ്റ്റും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് 2025 നടന്ന അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതിനെപ്പറ്റി ആദ്യം നമുക്ക് സംസാരിക്കാം. പിന്നെ പ്രൈവറ്റ്, ഗവൺമെൻറ് കൺട്രോൾഡ്, ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന കോളേജസൊക്കെ, അതായത് ഗവൺമെൻറ് മാനേജ്ഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൈവറ്റ് കോളേജസിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂർ പരിയാരം നഴ്സിംഗ് കോളേജിൽ നടന്ന അഡ്മിഷൻ നോക്കാം. സ്റ്റാർട്ടിംഗ് ഒക്കെ 300 മാർക്സ് ഉള്ള കുട്ടികൾ, SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ്, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 300 മാർക്സാണ് അഡ്മിഷൻ നടന്നത്. ലാസ്റ്റ് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടി 299 സംതിങ് മാർക്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ നടന്നത്. EWS കാറ്റഗറിയിലുള്ള കുട്ടിക്ക് 298.34 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ. വിശ്വകർമ്മ 297.5. പിന്നെ ഈഴവ ലാസ്റ്റ് ഒരു അഡ്മിഷൻ, അതായത് എനിക്ക് തോന്നുന്നു അത് സ്പോട്ട് അഡ്മിഷൻ ആയിരിക്കും, 289.17 മാർക്കുള്ള കുട്ടിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലാസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതാണ് കേട്ടോ. പിന്നെ ബാക്ക്വേർഡ് ഹിന്ദു BH 298.33. ലാസ്റ്റ് SM, അതായത് ജനറൽ കാറ്റഗറി 296 സംതിങ് മാർക്കുള്ള കുട്ടികൾക്കാണ്. ബാക്കി ഇതാ SC 244 ലാസ്റ്റ് അഡ്മിഷൻ. പിന്നെ മുസ്ലിം 290.84 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ EWS 291 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇടുക്കിയിൽ. എനിക്ക് തോന്നുന്നു കമ്പയർ ടു അതർ നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിനെ അപേക്ഷിച്ച് ഇടുക്കിയിലാണ് കുറച്ചും കൂടെ ലിബറൽ ആയിട്ടുള്ളൊരു അഡ്മിഷൻ നടന്നിരിക്കുന്നത്, അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഇയർ നടന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കോളേജസിലും തന്നെ അതായത് 298 മാർക്ക് വരെയൊക്കെയാണ് അഡ്മിഷൻ വന്നിട്ടുള്ളൂ. 299 ആ ഒരു റേഞ്ചിലാണ് ലാസ്റ്റ് SM അഡ്മിഷൻ നടന്നത്. അപ്പോൾ അത്ര കോമ്പറ്റീഷനാണ്. പോപ്പുലർ ആയിട്ടുള്ളതല്ല, എല്ലാ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലും അത്രയും കോമ്പറ്റീഷനുണ്ട്. പിന്നെ ഈഴവ, മുസ്ലിം, പിന്നെ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് റിസർവേഷൻ കിട്ടിയ കുട്ടികളുടെ മാർക്കും ജനറൽ കാറ്റഗറിയിലുള്ള മാർക്കും തമ്മിൽ വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇടുക്കിയിൽ നടന്ന അഡ്മിഷനിലാണ് കുറച്ചെങ്കിലും ഒരു ഡിഫറൻസ് കാണുന്നത്. ഓക്കെ, ബാക്കി ഒരു സ്ഥലത്തും 290 മാർക്കുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ. അപ്പോൾ അതാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾക്ക് 298 മേലോട്ട് മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ചാൻസ് കാണുന്നുള്ളൂ ജനറൽ ആണെങ്കിൽ. അടുത്തത് ഗവൺമെൻറ് കൺട്രോൾഡായ CPAS കോളേജിലൊക്കെ എങ്ങനെ അഡ്മിഷൻ നോക്കാം. അപ്പോൾ അത് സീതത്തോടുള്ള CPAS ആണ്. അവിടെ ആദ്യത്തെ അഡ്മിഷൻ ജനറൽ നടന്നത്
286.17, ലാസ്റ്റ് 265.66 മാർക്കുള്ള SM-നാണ് കിട്ടിയത് ജനറലിന്. പിന്നെ SC ഈഴവ 260 മാർക്കുള്ള, ഇതൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയല്ല. ഒരുപാട് അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ ആയിരിക്കും കിട്ടിയത്. SC 244 മാർക്കുള്ള കുട്ടിക്ക് ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്. അതിൻ്റെ മുന്നേ കിട്ടിയതൊക്കെ 250+ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ്. പിന്നെ കുടുംബി റിസർവേഷൻ 230, അങ്ങനെ ഓരോ റിസർവേഷനും പിന്നെ അങ്ങനെ കുട്ടികൾ കുറവുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചാൻസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഒരുവിധം CPAS, CMET കോളേജിലൊക്കെ ഇങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 250+ ഒക്കെ ഉള്ള ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജിൽ അപ്ലൈ ചെയ്യാൻ, കുറച്ചും കൂടെ അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഈ വർഷം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 265 മേലോട്ടുള്ള കുട്ടികൾക്കൊക്കെ ചാൻസ് ഉണ്ട്. 265 to 275 അങ്ങനെ, അത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആറന്മുളയിൽ കണ്ടോ 270 മാർക്കുള്ള ജനറൽ കാറ്റഗറിക്കാണ് ഫസ്റ്റ് അഡ്മിഷൻ കൊടുത്തത്. ലാസ്റ്റ് SM 263 വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ 260 വരെ കിട്ടിയിട്ടുണ്ട് SM. അപ്പം നല്ല ചാൻസ് ഉണ്ട് കേപ്പ് കോളേജസിലൊക്കെ, അത് പ്രത്യേകം ഓർക്കുക. അടുത്തത് പോപ്പുലർ ആയിട്ടുള്ള ബേബി മെമ്മോറിയൽ കോളേജ് കോഴിക്കോട്. അവിടെ 298.34 മാർക്കുള്ള കുട്ടിക്കാണ് ഫസ്റ്റ് അഡ്മിഷൻ നടന്നത്. ലാസ്റ്റ് SM 296.66, മുസ്ലിം 295, ഈഴവ 294, വിശ്വകർമ്മ 294+. ഇങ്ങനെയൊക്കെയാണ് ബേബി മെമ്മോറിയൽ ലാസ്റ്റ് അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം, നല്ല മാർക്ക് ഉണ്ടെങ്കിലേ ബേബി മെമ്മോറിയൽ, മിംസ് അങ്ങനത്തെ കോളേജസിൽ, ജൂബിലി മിഷൻ, അമല എന്നുള്ള കോളേജസിലൊക്കെ കിട്ടുള്ളൂ, പോപ്പുലർ കോളേജിൽ. അടുത്തത് അസീസി കോളേജ്, കോട്ടയത്തുള്ള അസീസി കോളേജിൽ നോക്കാം. അവിടെ ഫസ്റ്റ് 292 മാർക്കുള്ള കുട്ടിക്കാണ് അഡ്മിഷൻ നടന്നത്. SM പിന്നെ SM ലാസ്റ്റ് അഡ്മിഷൻ 276 മാർക്കുള്ള കുട്ടി, 276.6 മാർക്കുള്ള ഒരു കുട്ടിക്ക് നടന്നിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു 271, ഈഴവയൊക്കെ 270 മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ നടന്നത്. മുസ്ലിം 269 മാർക്കുള്ള കുട്ടിക്ക് അഡ്മിഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കോളേജിൽ അഡ്മിഷൻ നടന്നത്, അസീസി കോളേജിലൊക്കെ. നെക്സ്റ്റ് ക്രസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂരുള്ളത്. അവിടെ 282 ആണ് ജനറൽ ഫസ്റ്റ്. ഇത് ലാസ്റ്റ് ജനറൽ 271 ആയിരുന്നു. പിന്നെ ഈഴവയ്ക്ക് 271, ആ ഒരു രീതിക്ക് 266 വരെയുള്ള കുട്ടികൾക്ക് ഈഴവ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. SC 285 ലാസ്റ്റ്. അങ്ങനെയാണ് പിന്നെ കണ്ണൂരുള്ള കോളേജിൽ അഡ്മിഷൻ നടന്നത്. മുസ്ലിംസ് ലാസ്റ്റ് 280 മാർക്കുള്ള മുസ്ലിം കാറ്റഗറി, അങ്ങനെയായിരുന്നു അഡ്മിഷൻ നടന്നിട്ടുള്ളത്. ധീവര കാറ്റഗറിയൊക്കെ നല്ല റിസർവേഷൻ കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് കുറവായിരിക്കും, അതുകൊണ്ട് കൂടുതൽ അവർക്ക് റിസർവേഷന് ചാൻസ് ഉണ്ട്. 242 അധിക കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയ പോപ്പുലർ അല്ലാത്ത പ്രൈവറ്റ് കോളേജസിലൊക്കെ 270+ മാർക്കുള്ള കുട്ടികൾക്ക് ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാണുന്നുണ്ട്. കുറേ കോളേജസ്, ഇപ്പോൾ എല്ലാ റെഫറൻസ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, കുറേ കോളേജസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. കൊല്ലത്തുള്ള അസീസിയ കോളേജ്, അത് ഗവൺമെൻറ് മാനേജ്ഡ് ആണെന്ന് തോന്നുന്നു ആ കോളേജ്. അത് ലാസ്റ്റ് 285.33 മാർക്കുള്ള SM കാറ്റഗറിയിലാണ് കിട്ടിയത്. LC കാറ്റഗറി 280 മാർക്കിനൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഈഴവ 275, മുസ്ലിം 275 ലാസ്റ്റ് അഡ്മിഷൻ നടന്നത്. ഇത് പോപ്പുലർ ആയിട്ടുള്ളൊരു കോളേജാണ് അമല കോളേജ് തൃശ്ശൂരുള്ളത്. അവിടെ 296+, 297+ ഒക്കെയുള്ള SM കാറ്റഗറിയിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ അത്രയും മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് പ്രൈവറ്റ് ആണെങ്കിലും പോപ്പുലർ കോളേജ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പോപ്പുലർ കോളേജിൽ കിട്ടാൻ നല്ല മാർക്ക് വേണം. അവിടെ മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് അഡ്മിഷൻ നടന്നത് 293 മാർക്കുള്ളതാണ്. ഈഴവയൊക്കെ 285+ ഉള്ളവർക്കേ ചാൻസ് ഉള്ളൂ. അടുത്തത് അൽ-അസ്ർ കോളേജ് ഓഫ് നഴ്സിംഗ് തൊടുപുഴ. ഇതൊരു മുസ്ലിം മൈനോറിറ്റി റിസർവേഷൻ കൊടുക്കുന്നൊരു കോളേജാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് അവർ മുസ്ലിം കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് കൂടുതൽ റിസർവേഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് SM അഡ്മിഷൻ നടന്നത് 265 മാർക്കൊക്കെ ഉള്ള മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോളേജിൽ നല്ല റിസർവേഷൻ ഉണ്ട് കേട്ടോ, ഒരുവിധം നല്ല റിസർവേഷനുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. 265 ഒക്കെയുള്ള ഈ ഈഴവ കാറ്റഗറി കിട്ടിയിട്ടുണ്ട്.
പിന്നെ മുസ്ലിം കാറ്റഗറി 261 പ്ലസ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കോളേജാണ്. LC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ SC ST ഒക്കെ 265 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക്. ലാസ്റ്റ് മുസ്ലിം അഡ്മിഷൻ 251 മാർക്കുള്ള കുട്ടിക്ക് ഇവിടെ കൊടുക്കും. മുസ്ലിം റിസർവേഷൻ, മുസ്ലിം മൈനോറിറ്റി ഉള്ള കോളേജസിൽ മുസ്ലിം കുട്ടികൾക്ക് അങ്ങനെ നോക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ 250 മാർക്കെങ്കിലും മുസ്ലിം മൈനോറിറ്റി കോളേജിൽ കുറച്ചും കൂടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പം അങ്ങനെയും കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. അടുത്തത് അൽഷിഫ കോളേജ് പെരിന്തൽമണ്ണ. അവിടെയൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു കോളേജാണിത്. അവിടെയൊക്കെ നല്ല SM റേറ്റുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് ലാസ്റ്റ് SMന് 293.34 ആയിരുന്നു. പിന്നെ 292 മാർക്കുള്ള മുസ്ലിംസ്, ഈഴവ 281 മാർക്ക്, SC 263, ST 235, LC 270, ധീവര 271 അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ അൽഷിഫ കോളേജസിലൊക്കെ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് വേണം. ഗവൺമെൻറ്റിലെ പോലെ തന്നെ പോപ്പുലർ എല്ലാ കോളേജിലും നല്ല മാർക്ക് വേണം. നെക്സ്റ്റ് അസിസി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം 292.5 മാർക്കുള്ള SMനായിരുന്നു ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് SM 276 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഈഴവ 273, മുസ്ലിം 268, അങ്ങനെ SC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 250+ മാർക്ക് ഉണ്ടെങ്കിലേ ചാൻസ് ഉള്ളൂ എന്നുള്ളതാണ് ഇതിലെല്ലാ കോളേജസും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ST കുറച്ചും കൂടെ റിസർവേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി തൊടുപുഴ. SM 293, ലാസ്റ്റ് SMൻ്റെ മാർക്ക് 282, മുസ്ലിം 282, പിന്നെ മുസ്ലിം ഇനിയും കിട്ടിയിട്ടുണ്ട് 277 പ്ലസ് കിട്ടിയിട്ട്. SC ST 262, 251 മാർക്കൊക്കെ അങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ പോപ്പുലർ അല്ലാത്ത കോളേജസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയായിരുന്നു. ST കാറ്റഗറിയിൽ 199 മാർക്കുള്ള കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം 265 മാർക്കുള്ള കുട്ടിക്കും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പാലക്കാട് അഹല്യ കോളേജിൽ 290, 300 മാർക്കൊക്കെ ഉള്ള കുട്ടികൾക്കാണ് കേട്ടോ ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. ലാസ്റ്റ് SM 285, മുസ്ലിം 284. ഈ കോളേജ് ശ്രദ്ധിച്ചു, ഇവിടെ SC ST ഒറ്റ കുട്ടികളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെക്കുന്നതിൻ്റെ ഒരു മിസ്റ്റേക്കാണിത്. അപ്പോൾ നമ്മൾ മാക്സിമം കോളേജ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കോളേജ് കിട്ടും. കോളേജ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതായത് ഇപ്പം അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് SC കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയെങ്കിലും ആ കോളേജ് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും എത്ര മാർക്കുള്ള കുട്ടികളാണെങ്കിലും വേറെ കുട്ടികളില്ലാത്തത് കൊണ്ട് ആ കോളേജിൽ റിസർവേഷൻ എന്തായാലും കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾ SC STയോ ജനറൽ കാറ്റഗറിയോ മുസ്ലിം ഏതൊരു റിസർവേഷൻ ഉള്ളവരോ ഇല്ലാത്തവരോ ആവട്ടെ, ആദ്യം നിങ്ങൾ ഗവൺമെൻറ് കോളേജസ് ഓപ്ഷൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് കൺട്രോൾഡ്, നിങ്ങളുടെ മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കണ്ട, നിങ്ങൾ തീർച്ചയായും അങ്ങനെ തന്നെ ഓപ്ഷൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സിമറ്റ്, CPAS, കേപ്പ് കോളേജസ് ഒക്കെ വെച്ചിട്ട് പിന്നെ പോപ്പുലർ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്ന കോളേജസൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ ഓപ്ഷനായിട്ട് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് മാക്സിമം കോളേജസ് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോളേജസിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.